നിന്റെ വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ചിരുന്നോ? നമ്മളെ കല്യാണത്തിനെ കുറിച്ചിട്ടോ? ആ അതെ, അതാണല്ലോ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്. എന്താ ഓർമ്മയില്ലേ? ഞാൻ നമ്മളെ കുറിച്ച് വീട്ടിൽ പറഞ്ഞിരുന്നു, എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്. അപ്പൊ പറഞ്ഞു പയ്യനെ കാണണമെന്ന്. ഓക്കെ, ഒരു ദിവസം വീട്ടിൽ വന്ന് സംസാരിക്കാം. ബൈ. ഗൗരി, എന്റെ ഗൗരി. ആ ദാ വരുന്നു. ആ എന്താ കാര്യം? അവര് രണ്ടുപേരും ആരാ? ശ്രീ ആഞ്ജനേയ, 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 ശ്രീ ആഞ്ജനേയ. അയ്യോ ദൈവമേ, രക്ഷിക്കണേ. അയ്യോ. ഇതെന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാനും തുറച്ചു നോക്കാം. എന്താ ഇത് എല്ലാവരും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ? എല്ലാവരും എന്നെ തന്നെയാണല്ലോ നോക്കി നിൽക്കുന്നത്. ഇവരൊക്കെ ആരാ? അനന്ത്, സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. വെരി ഇന്റൻസീവ് ആൻഡ് ടിപ്പിക്കൽ മലയാളം. ഗ്രേറ്റ് ജോബ്. താങ്ക് യു സൂര്യ. ഇനി നമുക്ക് ആവശ്യം ഒരു പഴയ വീടാ. എത്ര പഴമയുള്ളതാണോ അത്രയും നല്ലത്. യെസ്. എനിക്കൊരു വീടറിയാം. എവിടെ? കൊട്ടിക്കേഹര. മൂഡ്ഗേരയ്ക്ക് ശേഷം വരും. അതൊരു പഴയ വീടാണ്. അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷെ അവിടെ രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അയാളോട് ചോദിക്കാം. ഐ തിങ്ക് ഐ ഹാവ് ഹിസ് നമ്പർ. ഓക്കെ. നിന്നോട് പറയണമെന്ന് വിചാരിച്ചാ. ഇന്നലെ നീ പോയത് പിന്നെ ഞാൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. എന്ന് വെച്ചാ? ആരോ ഒരാൾ ഒരു ലേഡിക്ക് ഗിഫ്റ്റ് കൊടുത്ത മാതിരി ഒരു ഗോൾഡ് ചെയിൻ, ഒരു ലോക്കറ്റും ഉണ്ടായിരുന്നു. ആ ലേഡി അത് ഇട്ടിട്ട് ഒരുപാട് ചിരിച്ചു. അതൊരു വല്ലാത്ത ചിരിയായിരുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ ചിരിക്കാറ്. എന്താ അങ്ങനെയല്ലേ? വിചിത്രമായ ശില്പം എന്ന് പറഞ്ഞാ അത് എക്കോ അടിക്കുന്ന പോലെ. ഇനിയിപ്പോ അത് പ്രേതാണെന്ന് പറയോ? അത് ശരി, അതിൽ വിചിത്രമായ എന്താ ഉള്ളേ? അവർ ധരിച്ചിരുന്നത് എന്റെ ചെയിൻ. ആ ചിരിയെ അത് ദുഷ്ടശക്തിയല്ലേ?
ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. അത് നിനക്ക് നല്ലതേ ചെയ്യൂ. ഇന്നലെ ഞാനും ഒരു സ്വപ്നം കണ്ടു, ഒരു ഭയങ്കരമായ സ്വപ്നം. ഞാനൊരു പ്രേതത്തിനെ കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവൻ വാ തുറന്ന പ്രേതം ഭൂതം പിശാചെന്ന് മാത്രമേ പറയുള്ളൂ. നിനക്ക് എന്താടാ പ്രശ്നം? ഇതൊക്കെ വെറും സ്വപ്നമല്ലേടാ. എനിക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ വരാറുണ്ട്. കാടിന്റെ ഇടക്ക് ഒറ്റൊരു വീട്, ചെറിയൊരു നടപ്പാത, പിന്നെ കറുപ്പ് സാരിയിട്ട് ഒരു പെണ്ണ്. കറുപ്പ് സാരിയോ? അതേടാ, പക്ഷെ പട്ട് സാരിയാണോ കോട്ടൺ സാരിയാണോ എന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം ചോദിച്ചു പറയാട്ടോ. പോടോ. ആ ഇതാണ് ആ വീട്. ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നേ? ഒരു ഇലക്ട്രോണിക് എക്സിബിഷന് പോണം. ടിഫിൻ കഴിച്ചിട്ട് മോനെ. വെളിയിൽ പോയി കഴിച്ചോളാം അമ്മേ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൂടെ. നിനക്കുള്ള ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇൻട്രസ്റ്റിനെ കുറിച്ച് എനിക്കൊരു പ്രശ്നവും ഇല്ല മോനെ. അത് നിന്റെ ഇഷ്ടം. അതിന് ശാസ്ത്ര സമ്പ്രദായങ്ങളെ അപമാനിക്കരുത്. അത് നമ്മുടെ കുലത്തൊഴിലാ. അത് എത്ര പ്രധാനമാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജോത്സ്യന് ആവശ്യമുള്ളത് ജ്ഞാനവും അറിവുമാണ്. അതെല്ലാം നിന്റെ അടുത്തും ഉണ്ട്. അത് ദൈവം നിനക്ക് തന്ന അനുഗ്രഹമല്ലേ. അത് അപമാനിക്കരുത് മോനെ. നിന്റെ അച്ഛൻ പറയുന്നത് ശരിയാ മോനെ. ജോത്സ്യം നോക്കുന്നത് നമ്മളുടെ കുലത്തൊഴിലാ. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അമ്മേ, അത് കുലത്തൊഴിലൊക്കെ ആയിരിക്കാം, പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്താ അമ്മേ ചെയ്യാ? ഇത് കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് വളരെ ഇഷ്ടമാ. എനിക്കിഷ്ടമില്ലാത്ത ജോലിയും പറഞ്ഞ് എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത്. വിധി അത്രയേ ഉള്ളൂ. നമ്മൾ അത് നടപ്പിലാക്കുന്നു, പക്ഷെ തീരുമാനിക്കുന്നത് ദൈവമാണ്. എനിക്ക് ഡോക്ടറിനെ ഒന്ന് കാണണം. എന്തിനാ? നിങ്ങൾക്കെന്താ സുഖല്ലേ? ശരീരത്തിന് സുഖമില്ലെന്നില്ല, എന്തോ സംഭവിക്കാൻ പോവാ. എന്റെ മനസ്സ് പറയുന്നു. എന്താ ഇങ്ങനെ പറയുന്നേ? എന്റെ ഓർമ്മശക്തി കുറഞ്ഞു പോയോന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇടയ്ക്കായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മറന്നു പോകുന്നു. ഇതിനു മുമ്പ് ഞാൻ ജോത്സ്യം നോക്കുന്നതിനേക്കാളും ഇപ്പൊ കൂടുതൽ സമയമെടുക്കുന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം മേഘന എവിടെ വന്നു പോയതല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ആ, നീ എന്താ പറയുന്നേ? ആന്റി മേഘന, ഇന്നലെ നിന്നെ കുറിച്ചായിരുന്നു സംസാരം. അതെയോ? ഞാൻ നിന്റെ അമ്മയോട് ചോദിക്കായിരുന്നു, നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഇനി എന്തിനാ നീട്ടിപ്പിക്കുന്നേന്ന്. സൂര്യ ഡിസംബറിനകം ചെയ്യാന്നാ പറഞ്ഞേ. ഫ്രിഡ്ജിലെ ഐസ് ക്യൂബ്സ് ഉണ്ട്, ഒന്ന് എടുത്തോണ്ട് വാ മോളെ. ഓക്കെ. അല്ല, എന്താ ഇത് ഇത്ര വേഗം വെള്ളായോ? അതെ, അതിശയമായിരിക്കുന്നു. ഞാനന്ന് വല്ലാതെ പേടിച്ചുപോയി. അത് മാത്രല്ല, അവൾ സംസാരിക്കുമ്പോ അതവൾക്ക് അത്ഭുതമായിരിക്കുന്നെന്ന് പറഞ്ഞാലും അവളുടെ മുഖത്ത് അങ്ങനെയുള്ള റിയാക്ഷൻ ഉണ്ടായിരുന്നേയില്ല. അല്ല, ഇന്ന് ഓഫീസ് ലീവാണെന്നല്ലേ പറഞ്ഞത്? നീ എവിടെയാ പോകുന്നത്? സൂര്യയെ കാണാൻ. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നോടും വരാൻ പറഞ്ഞു. ഓ,
അങ്ങനെയാണെങ്കിൽ നീ ഭക്ഷണം കഴിക്കാൻ വരില്ലേ? ഇല്ല, ഒരു പക്ഷെ ഞാൻ വന്നാ വിളിക്കാം. ഓക്കെ ബൈ. ഓക്കെ ബൈ.